ഇന്ത്യക്കാരോട് പാകിസ്ഥാന് എത്രമാത്രം വെറുപ്പും വൈരാഗ്യവുമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കണം. ആ കളിയിൽ ഇന്ത്യ ജയിക്കുകയും പാകിസ്ഥാൻ തോൽക്കുകയും ചെയ്താൽ കണ്ണിൽ കാണുന്നതൊക്കെ അടിച്ചു നശിപ്പിക്കുന്ന പാകിസ്ഥാൻകാരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് മാത്രമല്ല, ഈ കളിക്കാരിൽ നിന്ന് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻകാർക്ക് ക്രിക്കറ്റ് എന്ന് വെച്ചാൽ അവരുടെ രാഷ്ട്രീയമാണ്, രാജ്യമാണ്. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർ പൊതുവെ തിരിച്ചാണ്. ക്രിക്കറ്റ് എന്നല്ല, ഇന്ത്യ ഏത് കളിയിൽ പങ്കെടുക്കുമ്പോഴും ഇന്ത്യ ജയിക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിലും അഥവാ തോറ്റു കഴിഞ്ഞാൽ പോലും അതിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടെ തള്ളിക്കളയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇങ്ങനെ ഒരു മനോഭാവം ഉള്ളതുകൂടെ കൊണ്ടായിരിക്കാം കേരളത്തിൽ ഒരു വിഭാഗം ജനങ്ങൾ പാകിസ്ഥാന് കീജെ വിളിക്കുന്നവരുണ്ടായിരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് തന്നെ അതിനേക്കാൾ വലിയ ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും ഇല്ലാത്തൊരു ദേശീയ വികാരം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിലെ ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ദേശീയ വികാരം ജനങ്ങളിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഭരണകൂടത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ കൂടെ ഫലമാണ്. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വളരെയധികം പ്രതിഷേധമായിരുന്നു ദുബായിലെ ഏഷ്യ കപ്പിനെതിരെ നടന്നത്. പാകിസ്ഥാനുമായിട്ടുള്ള മാച്ചിൽ നിന്ന് പിന്മാറണമെന്ന് ആരാധകർ ഉൾപ്പെടെയുള്ള എല്ലാവരും, രാഷ്ട്രീയക്കാരാണെങ്കിലും ആരാധകരാണെങ്കിലും എല്ലാവരും തന്നെ ക്രിക്കറ്റ് താരങ്ങളോടും അത് BCCIയോടും ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ താരങ്ങളല്ല തീരുമാനമെടുക്കുന്നത്, BCCI ആണ്. അവർക്ക് അവരുടെ നിലനിൽപ്പിൻ്റെ കൂടെ പ്രശ്നമാണ്, സാമ്പത്തിക പ്രശ്നമാണ്. എല്ലാ കളികളിൽ നിന്നും പിന്മാറുമ്പോൾ ഉണ്ടാകുന്ന വൻ സാമ്പത്തിക ബാധ്യതയായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനത്തിൽ അവരെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മാച്ച് വെച്ചാൽ മാസങ്ങൾക്ക് മുൻപേ തന്നെ ടിക്കറ്റുകളെല്ലാം വിറ്റുപോയിട്ടുണ്ടാവും. എന്ന് മാത്രമല്ല സ്റ്റേഡിയമൊക്കെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇന്നലത്തെ കളിയിൽ ഇന്ത്യക്കാർ വൈകാരികപരമായിട്ട് തന്നെ ഈ മാച്ച് ബഹിഷ്കരിച്ചു എന്നത് തന്നെയായിരുന്നു നിറഞ്ഞു കവിയേണ്ടിയിരുന്ന സ്റ്റേഡിയം പല സ്ഥലത്തും ഒഴിഞ്ഞു കിടക്കുന്നതായി കണ്ടത്. നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവ് ഉൾപ്പെടെയുള്ള എല്ലാ കളിക്കാരും തുടക്കം മുതൽ തന്നെ നമ്മുടെ ദേശീയ വികാരം എന്താണെന്നും പാകിസ്ഥാൻ എന്നൊരു രാജ്യത്തെ തന്നെ എത്രമാത്രം അവരും നമ്മളും ഒക്കെ വെറുക്കുന്നുണ്ടെന്നും കാണിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളായിരുന്നു നടത്തിയത്. മത്സരത്തിന് മുമ്പുള്ള പത്രസമ്മേളനത്തിൽ പോലും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പാകിസ്ഥാൻ ക്യാപ്റ്റനെ നോക്കുകയോ ഹസ്തദാനം നൽകുകയോ ചെയ്തിരുന്നില്ല. കളി തുടങ്ങിയപ്പോൾ ടോസ് നേടിയ പാകിസ്ഥാൻ ഹസ്തദാനം നൽകാൻ ശ്രമിച്ചെങ്കിലും സൂര്യകുമാർ യാദവ് അത് ശ്രദ്ധിക്കാതെ നടന്നകലുകയാണ് ചെയ്തത്. തുടക്കം മുതൽ തന്നെ കളിയിൽ മുഴുവൻ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് സിക്സർ അടിച്ചു പറത്തി വിജയം ഉറപ്പാക്കിയ ഇന്ത്യൻ ടീം അംഗങ്ങൾ മുഴുവനും തോറ്റ പാകിസ്ഥാന് ഹസ്തദാനം പോലും നൽകാതെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോയി. തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചു നിന്ന പാകിസ്ഥാനെ അമ്പരപ്പിച്ചുകൊണ്ട് അവിടെയും പാകിസ്ഥാനെതിരെയുള്ള പ്രതിഷേധം അവർ പ്രകടമാക്കി. മത്സരത്തിന് ശേഷം പത്രസമ്മേളനം നടത്തിയ സൂര്യകുമാർ യാദവ് കളിയിൽ രാഷ്ട്രീയമുണ്ടെന്നും പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ചവരോടും അവരുടെ ബന്ധുക്കളോടും ഒപ്പമാണ് എന്റെയും എന്റെ സഹപ്രവർത്തകരുടെയും മനസ്സെന്നും ഈ വിജയം ഇന്ത്യൻ സൈന്യത്തിന് സമർപ്പിക്കുന്നു എന്നും അറിയിച്ചു.